മുഹമ്മദ് നബി. സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ മനുഷ്യർക്ക് ദൈവിക വ്യവസ്ഥ പഠിപ്പിക്കാനും ദൈവത്തെ അനുസരിച്ചും കീഴ്പ്പെട്ടും ജീവിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുവാനും വിവിധ കാലഘട്ടങ്ങളിൽ ദൈവത്താൽ നിയോഗിതരായ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അധർമ്മത്തിലും അക്രമങ്ങളിലും മുഴുകി ജീവിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലെ ജനതയെ ദൈവിക സന്ദേശം ഉത്ബോധിപ്പിച്ചും സാരോപദേശം നൽകിയും ഉത്കൃഷ്ട സ്വഭാവ ഗുണമുള്ള ഒരു ഉത്തമ സമൂഹമായി സംസ്കരിച്ചെടുക്കാൻ മുഹമ്മദ് നബിക്ക് സാധിച്ചു. ശീലിച്ചു വന്ന ജീവിതശൈലിയും പരിചയിച്ചു പോന്ന പാരമ്പര്യങ്ങളും ആചരിച്ചുകൊണ്ടിരിക്കുന്ന ചര്യകളും ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ദൗർബല്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക ഒട്ടും എളുപ്പമല്ല. ഈ രംഗത്ത് മുഹമ്മദ് നബി വരിച്ച വിജയം വിസ്മയകരമത്രേ. കല്ലുകളുടെയും മരക്കുറ്റികളുടെയും മുമ്പിൽ തലകുനിച്ചിരുന്ന അവരെ ഏകനായ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം ശിരസ് നമിക്കുന്നവരാക്കി. തിന്നും കുടിച്ചും ഭോഗിച്ചും മതിച്ചും സുഖിച്ചും ഉല്ലസിച്ചും തീർക്കാനുള്ളതാണ് ജീവിതമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ വിജയമെന്ന് പഠിപ്പിച്ചു. മദ്യത്തിന്റെയും അശ്ലീലതയുടെയും നിർലജ്ജതയുടെയും ലൈംഗികതയുടെയും ചളിക്കുഴിയിൽ നിന്ന് സദാചാരത്തിന്റെയും വിശുദ്ധ ജീവിതത്തിന്റെയും ഉത്തുംഗതയിലേക്ക് എത്തിച്ചു. കുടുംബജീവിതം ക്ഷേമസമാധാനങ്ങളുടേതാക്കി. പകയും പാരുഷ്യവും അക്രമങ്ങളും ഇല്ലായ്മ ചെയ്ത് സ്നേഹസൗഹാർദ്ദ സാഹോദര്യങ്ങൾ വളർത്തി. മേലാളരെയും കീഴാളരെയും അടിമകളെയും ഉടമകളെയും സൃഷ്ടിച്ചിരുന്ന സാമൂഹിക അസമത്വത്തിന്റെയും ഉച്ചനീചത്വത്തിന്റെയും അവസാന അടയാളം പോലും തുടച്ചു നീക്കി. ഇவ்விധം 23 വർഷത്തെ നിരന്തര യത്നത്തിലൂടെ മുഴുജീവിതത്തിലും സമൂലമായ മാറ്റം വരുത്തിയ ഒരു ജനതയെ വാർത്തെടുത്തത് ലോകമുണ്ടായിട്ട് ഇന്നേവരെ ഒരു വ്യക്തി മാത്രമാണ്. അത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി മാത്രമാണ്. ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം നേടിയ 100 പേരിൽ മുഹമ്മദ് നബിയെ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച പ്രശസ്ത ചരിത്രകാരനായ മൈക്കിൾ എച്ച് ഹാർട്ട് തന്റെ ദ 100 എ റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ പറയുന്നത്, മത ലൗകിക മേഖലകളിലെ സ്വാധീനത്തിന്റെ അനുപമമായ സമന്വയമാണ് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളുടെ പട്ടികയിൽ ഒന്നാമനായി മുഹമ്മദിനെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ്. പ്രവാചകന്റെ സ്വഭാവങ്ങൾ മാത്രം 12 വാല്യങ്ങളിലായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ലോകത്ത് ഏതു മനുഷ്യന്റെ സ്വഭാവമാണ് ഇത്രയും വിശദമായി രേഖപ്പെടുത്തി വെക്കാനുള്ളത്?